യഹം യഹം ഹുഷ് ഹുഷ് ചട്പടാക് ഡം ഡം ചട്പടാക് ഡം ഡം. നോക്കൂ, ഈ വസ്ത്രം ഇപ്പോൾ മാന്ത്രികമായി. എന്നാൽ അമ്മ ഇത് കറുത്തതല്ലേ? ഇതിൽ ഞാൻ കറുത്ത മന്ത്രവാദം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുണിയുടെ നിറവും കറുപ്പാകില്ലേ മണ്ടി കൊച്ചേ. അയ്യോ അയ്യോ, ദേഷ്യപ്പെടല്ലേ. ഇവളൊരു പാവമാ. നിങ്ങൾ അതെന്റെ കയ്യിലേക്ക് തരൂ. ഇതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുമല്ലോ അല്ലേ? മായയുടെ മന്ത്രവാദത്തെ സംശയിക്കുന്നോ? വേണ്ട, അതെനിക്ക് തിരിച്ചു തന്നേക്ക്. അയ്യോ ഇല്ല ഇല്ല, എനിക്ക് നിങ്ങളെ വലിയ വിശ്വാസമാ. ശരി, എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോകുക. ജയ് ഹോ മായമ്മ. ഇത് പറഞ്ഞ് വിനീത മകൾ രവീണയുടെ കൈപിടിച്ച് ആ പേടിപ്പെടുത്തുന്ന മുറിയിൽ നിന്നും പോയി. എന്നാൽ പെട്ടെന്ന് തറയിലിരുന്ന മായ തന്റെ കയ്യിലുണ്ടായിരുന്ന പാത്രം തറയിൽ അടിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലായി മായ ദേഷ്യം കൊണ്ടാണ് അതടിച്ച് ശബ്ദമുണ്ടാക്കുന്നതെന്ന്. അയ്യോ ക്ഷമിക്കണം അമ്മേ, ഞാൻ മറന്നുപോയതാ. ഞാൻ ദക്ഷിണ കൊണ്ടുവന്നതാണ്, എന്നാൽ വയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ വിനീത തന്റെ ബാഗിൽ നിന്നും ഒരു കെട്ട് നോട്ട് പുറത്തെടുത്ത് അത് മായയുടെ പാത്രത്തിൽ വെച്ചു. പിന്നെ ഒന്നും മിണ്ടാതെ രവീണയുടെ കൂടെ അവിടെ നിന്നും പോയി. ആരാണീ മായ? രവീണയ്ക്ക് എന്തിനാണ് അവർ കറുത്ത തുണി കൊടുത്തത്? സത്യത്തിൽ അത് മായാജാല തുണിയാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കേൾക്കുന്നതിന് മുൻപ് നമുക്ക് മനസ്സിലാക്കാം വിനീതയും രവീണയും ആരാണെന്ന്, അവർക്കിതിന്റെ ആവശ്യം എന്താണെന്ന്. അമ്മേ നോക്കിക്കേ, ഇന്നും അവളെ കാണാൻ സുന്ദരിയായിട്ടുണ്ട്. അമ്മയുടെ മുൾട്ടാണിമിട്ടിക്ക് ഒരു ഗുണവുമില്ല. ശരി, ഇങ്ങോട്ട് വാ, ഇന്ന് വേറെ എന്തെങ്കിലും നോക്കാം. അയലത്തുള്ള അമ്മായി എനിക്കൊരു വിദ്യ പറഞ്ഞു തന്നിട്ടുണ്ട്. വേണ്ടമ്മേ നിർത്ത്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്കല്ല, അവൾക്കാണ് ചെയ്തു കൊടുക്കേണ്ടത്. എന്നുവെച്ചാൽ ഞാൻ അവൾക്ക് എന്ത് ചെയ്തു കൊടുക്കാനാ? എങ്ങനെയെങ്കിലും അവളെ വിരൂപിയാക്കണം. മതി, അങ്ങനെ ചെയ്താൽ എല്ലാവർക്കും ഞാൻ സുന്ദരിയായി കാണപ്പെടും. മീന രവീണയുടെ കൂടെ പിറക്കാത്ത അനുജത്തിയാണ്. രവീണയുടെ പിതാവ് കേദാർ 1 വർഷം മുൻപ് മരിച്ചു. അങ്ങനെ മീനയുടെ ചുമതല വിനീതയെ ഏൽപ്പിച്ചു. ഇതിൽ ചിന്തിക്കാൻ എന്താണമ്മേ? നമ്മൾ എന്തിനാ അവളുടെ കൂടെ ജീവിക്കണം? അയ്യോ മോളെ, അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊരു വേലക്കാരിയുണ്ടല്ലോ, അതൊരു ഗുണം തന്നെയല്ലേ? അതുമല്ലാതെ നിന്റെ അച്ഛൻ ഒരു പണിയും കൂടെ പറ്റിച്ചിട്ടാണ് പോയത്. അയാളുടെ പകുതി സ്വത്ത് അവളുടെ പേരിലാണ്. എപ്പോൾ ആ സ്വത്തുക്കളെല്ലാം നമ്മളുടെ കൈകളിലേക്ക് വരുന്നോ അതുവരെ നമ്മളുടെ കൂടെ താമസിപ്പിച്ചേ പറ്റൂ. മീന അങ്ങനെ അവർക്കൊപ്പം ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. എന്നാൽ വീട്ടിലവളുടെ അവസ്ഥ വേലക്കാരിയേക്കാൾ മോശമാണ്. അവൾ ദിവസവും ഒരുപാട് ജോലി ചെയ്യണം. എന്നാൽ പകരം അവൾക്ക് പഴകിയ ഭക്ഷണം പോലും കിട്ടില്ല. ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചതേയില്ല. ഇങ്ങനെയൊക്കെയായിരുന്നാലും മീന ശ്രദ്ധിക്കുമായിരുന്നു തന്റെ സൗന്ദര്യം എല്ലാവരും വർണ്ണിക്കുന്നത്. എന്നാൽ ഇത് രവീണയുടെ തലയിൽ ഒരു മുൾക്കിരീടം പോലെയായിരുന്നു. അമ്മ ഇത് കേൾക്ക്. എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് മുൻപ് മീനയുടെ മുഖം വികൃതമാകണം. കുറച്ച് ചൂട് എണ്ണയെടുത്തൊഴിക്ക്. ഇനി ഇങ്ങനെ വല്ലതും നോക്കിയാലേ പറ്റൂ. വേണ്ട മോളെ, നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. മറന്നുപോയോ ആ വക്കീല് പറഞ്ഞ കാര്യങ്ങൾ? നമ്മളുടെ കൂടെ താമസിക്കുമ്പോൾ അവൾക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. അവളുടെ പേരിലുള്ള പകുതി സ്വത്തുക്കൾ നമുക്ക് കിട്ടുകയേയില്ല. എന്നാൽ അമ്മേ, എനിക്കിതൊന്നും സഹിക്കാനേ പറ്റുന്നില്ല. എല്ലാവരും അവളെ തന്നെയാണ് നോക്കി നിൽക്കുക. കളിയാക്കാൻ പോലും എന്നെ ആരും നോക്കില്ല. അമ്മേ, എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് എല്ലാ ഫ്രണ്ട്സിന്റെ കൂടെ റോണിത്തും വരുന്നുണ്ട്. അവൻ അവളെ കണ്ടു കഴിഞ്ഞാൽ പറ്റില്ലമ്മേ. അമ്മ ഒരു കാര്യം ചെയ്, പാർട്ടി കഴിയുന്നതുവരെ അവളെ ഏതെങ്കിലും മുറിയിൽ അടച്ചിട്. അത് ശരി, അപ്പോൾ പാർട്ടിയിലെ ജോലിയൊക്കെ ആര് ചെയ്യും? നീയൊന്നും മിണ്ടാതിരിക്കും, ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ. നീ എന്റെ കൂടെ വാ. വിനീത രവീണയോടൊപ്പം മായയുടെ അടുത്തേക്ക് പോയി. അവർ എന്തോ മന്ത്രവാദം ചെയ്യുകയായിരുന്നു. നിനക്കറിയാമല്ലോ നിന്റെ വളർത്തുമകളുടെ നേരെ മാന്ത്രിക വിദ്യ ചെയ്ത് അവളെ വിരൂപയാക്കാൻ പറ്റുമെന്ന്. ശരിയാക്കി തരാം, പക്ഷേ ദക്ഷിണ കൂടുതലായിരിക്കും. അതിനെക്കുറിച്ച് വിഷമിക്കണ്ട മായേ, നിങ്ങൾക്ക് നിങ്ങളുടെ ദക്ഷിണ ഞാൻ തരും. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന മാന്ത്രികത്തിൽ മീന വിരൂപയായി മാറണം. എന്നാൽ എൻ്റെ രവീണ വളരെ സുന്ദരിയായി കാണപ്പെടണം. ശരിക്കും ഒരു മാലാഖയെ പോലെ തോന്നിക്കണം. ശരി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. ഞാൻ മാന്ത്രികം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു തുണി നിങ്ങൾക്ക് തരാം. അതിൻ്റെ ഒരു ഭാഗം നിന്റെ വളർത്തുമകൾക്ക് കൂടിയുള്ളതാണ്, മറ്റൊന്ന് നിന്റെ മകൾക്ക് വേണ്ടിയുള്ളതും. എന്നാൽ തുണി ഉപയോഗിച്ച് മീനയുടെ മുഖം എങ്ങനെ വികൃതമാകും? ആ 2 തുണികളും നിങ്ങൾ 2 സഹോദരിമാരും ഇടണം. എന്നാൽ ഇടേണ്ടത് അവരവർക്കുള്ളതായിരിക്കണം. വിനീതയും രവീണയും എല്ലാ ജാലങ്ങളും ചോദിച്ചറിഞ്ഞു. മായ കൊടുത്ത കറുത്ത തുണി അവർ പുറത്തേക്കെടുത്ത് നോക്കിയപ്പോൾ അത് പകുതി മുറിച്ചിരുന്നു. ഒന്നിൽ മീനയുടെ പേരും മറ്റൊന്നിൽ രവീണയുടെ പേരുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം, ഇതെന്താണമ്മേ, 2 തുണിയുടെ നിറവും ഒന്ന്, നോക്കിയാൽ 2 ഗൗണും ഒരുപോലെ തന്നെയുണ്ട്.
എങ്ങനെ മനസ്സിലാക്കും ഏതാണ് എനിക്കുള്ളത് പിന്നെ അവൾക്കുള്ളതെന്ന്? അയ്യോ എളുപ്പമാ, ഇവിടെ നോക്ക്. നിന്റെ ഗൗണിൽ സ്വർണ്ണ ബട്ടണാണ് വെച്ചിരിക്കുന്നത്. ആ വൃത്തികെട്ടവളുടെ ഗൗണിൽ വെള്ളിയും. ഇതനുസരിച്ച് 2 തുണികളുടെ അടിയിലും കറുത്ത തുണി വെച്ചിട്ടുണ്ട്. അതിൽ 2 പേരുടെ പേരുമുണ്ട്. പെട്ടെന്ന് പോയി അവൾക്ക് അവളുടെ ഗൗൺ അങ്ങ് കൊടുത്തിട്ട് വാ. അപ്പോൾ കണ്ടോ 2 മാന്ത്രിക തുണികളുടെയും പരിപാടി. അമ്മയും മകളും സന്തോഷത്തോടെ സിൽവർ ബട്ടണുള്ള ഗൗണും എടുത്ത് അവളുടെ അരികിലേക്ക് പോയി. മീനെ നോക്ക്, നിനക്കു വേണ്ടി ഒരു ഗൗൺ തയ്ച്ചിട്ടുണ്ട്. വൈകിട്ടത്തെ പാർട്ടിക്ക് ഇതിട്ടോളൂ. വേണ്ട ചേച്ചി, ഇത് വിലയുള്ളതാണെന്ന് തോന്നുന്നു. ഇത് ചേച്ചി ഇട്ടോ, ചേച്ചിക്ക് നന്നായിരിക്കും. ഇന്ന് ചേച്ചിയുടെ ബർത്ത്ഡേ അല്ലേ? എനിക്ക് എന്താണ്, ഞാൻ എന്തെങ്കിലും ഇട്ടോളാം. നിനക്ക് ഒരു തവണ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ലേ? എന്തു പറയുന്നു അതങ്ങ് ചെയ്താൽ മതി. നിന്റെ ജീവിതത്തിൽ ഇനി ഇത്രയും നല്ല ഗൗൺ നിനക്കിടാൻ പറ്റില്ല. എന്തു ചെയ്യാനാ, ഞങ്ങൾ കുറച്ച് ദയാലുക്കളായിപ്പോയി. എല്ലാ ആളുകളുടെയും മുൻപിൽ നീ ഈ പരുവത്തിൽ വന്നു നിന്നാൽ എല്ലാവരും ഞങ്ങളെ തെറ്റിദ്ധരിക്കും. പോയി പെട്ടെന്ന് ഈ ഗൗൺ ധരിച്ച് തയ്യാറാകു. മീനയ്ക്ക് ആ വസ്ത്രം ധരിക്കാൻ ഒട്ടും താല്പര്യമില്ല. കാരണം അവൾക്കറിയാം വിനീതയെ അത് സന്തോഷത്തോടെ നൽകിയതല്ലെന്ന്. പക്ഷേ എന്നാലും അവൾ അത് ധരിച്ചു. മറുവശത്ത് രവീണ വളരെ സന്തോഷവതിയായിരുന്നു. ഹഹാ, എന്റെ ഗോൾഡൻ ബട്ടണുള്ള ഗൗൺ. ഇത് ധരിച്ചാൽ ഞാനാകും ശരിക്കും ദേവതയെ പോലെ. പിന്നെ റോണിത്ത് എന്റേതുമാകും. പിന്നെ ആ മീനയുടെ സൗന്ദര്യമെല്ലാം നഷ്ടമാകും. ഇന്ന് നല്ല തമാശകളൊക്കെ നടക്കും. ഇങ്ങനെ ചിന്തിച്ചതിനു ശേഷം രവീണ തന്റെ ഗൗണുമെടുത്ത് ഒരുങ്ങാനായി പോയി. അയ്യോ റോണിത് മോനെ, നീ വന്നോ? രവീണ നിന്നെക്കുറിച്ചിപ്പോ ചോദിച്ചതേ ഉള്ളൂ. ആ, പക്ഷേ രവീണ എവിടെ ആന്റി? അവൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാ. ശരിക്കും നല്ല രസമുണ്ട് കാണാൻ. എന്തു ഭംഗിയാ എന്റെ കൊച്ചിനെ കാണാൻ. അതുമല്ലാതെ ഇന്നത്തെ അവളുടെ ഗൗൺ, ഹാ ദേവതയെ പോലെയുണ്ട് അത് കാണാൻ. ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ കാണാൻ പോകുകയല്ലേ? വിനീത പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ രോഹിത്തിന്റെ ശ്രദ്ധ അവിടെയല്ലായിരുന്നു. അവന്റെ നോട്ടം ഒരു സ്ഥലത്തേക്ക് തന്നെയായിരുന്നു. അവൻ മാത്രമല്ല, അവിടെ വന്ന എല്ലാവരും ഒരു ദിശയിലേക്കാണ് നോക്കിയത്. വിനീതയും അത് കണ്ട് ആ ദിശയിലേക്ക് തന്നെ നോക്കിയപ്പോൾ, എന്റെ ദൈവമേ, ഇതെന്താ ഇത്? ഇവൾ നേരത്തെക്കാൾ സുന്ദരിയായല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ആന്റി, ആരാ ഇത്? ഇത്രയും സുന്ദരി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അയ്യോ, ഇവൾ സുന്ദരിയൊന്നുമല്ല. നിങ്ങൾ രവീണയെ ഇതുവരെ കണ്ടില്ലല്ലോ, അതുകൊണ്ടാ ഇങ്ങനെ പറയുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയാ. ഇവളെ നോക്കണ്ട. മോൻ ഇവിടെ നിൽക്കും, ഞാൻ രവീണയെ വിളിച്ചോണ്ട് വരാം. അങ്ങനെ വിനീത രവീണയുടെ മുറിയിലേക്ക് പോയി. എന്നാൽ സാധനങ്ങളെല്ലാം താഴെ കിടക്കുകയായിരുന്നു. രവീണേ, എന്തു പറ്റി മോളെ? എന്തിനാ കരയുന്നത്? എപ്പോൾ രവീണ വിനീതയെ നോക്കിയോ, വിനീത പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. രവീണയുടെ മുഖത്ത് വലിയ രോമങ്ങൾ കിളിർത്തു. അവളുടെ കൈകളിലും രോമങ്ങൾ കിളിർത്തിരുന്നു. അവർ ചെയ്തതെല്ലാം അവർക്കു നേരെ തന്നെ വന്നു. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു? നിങ്ങളുടെ ആ ടൈലർ ഉണ്ടല്ലോ, അയാൾ തെറ്റായ വസ്ത്രത്തിൽ തെറ്റായ ബട്ടണാണ് വെച്ചത്. ഇവിടെ നോക്ക്, ഈ തുണിയിൽ മീനയുടെ പേരാണുള്ളത്. അത് നിങ്ങൾ എനിക്ക് തന്നു അമ്മേ. പറയുന്നത് ശരിയാണ്. വിതയ്ക്കുന്നതേ കൊയ്യാനും പറ്റൂ. രവീണ ചെയ്തതിന്റെ ശിക്ഷ അവൾക്ക് കിട്ടി. അവളുടെ ബർത്ത്ഡേ പാർട്ടിയിൽ തന്റെ മുഖമാരെയും കാണിക്കാൻ പറ്റിയില്ല. അതെ കമല, എന്റെ ഇളയ മകൻ വിദേശത്തുനിന്ന് കുറച്ചു ദിവസം മുമ്പ് വന്നതേയുള്ളൂ. ഞാൻ ആലോചിക്കുക അവന്റെ കല്യാണം കൂടെ നടത്തിയാലോ എന്ന്. നല്ല പെൺകുട്ടി ഉണ്ടെങ്കിൽ പറയണേ. അത് കൊള്ളാലോ, അവൻ വന്നു വിദേശത്തുനിന്ന്. അങ്ങനെയാണെങ്കിലേ പണക്കാരി പെൺകുട്ടിയെ തന്നെ തപ്പാം. അല്ലാണ്ട് നിന്റെ മൂത്ത മരുമോളെ പോലെ ഒരു പിച്ചക്കാരി ഇളയ മകന് വേണ്ട. എന്നെ കണ്ടില്ലേ, പണക്കാരി മരുമോള് വന്നപ്പോ എല്ലാ സാധനങ്ങളും അങ്ങ് പോന്ന്. നീ ഇപ്പൊ കൊല്ലണ AC-യുടെ തണുത്ത കാറ്റില്ലേ, അതും അവളുടെ ശ്രീധനമാണ്. ഞാൻ ഇതിനെ ഇവിടെ ഹാളിൽ അങ്ങ് വെച്ച്, അതാകുമ്പോ എല്ലാവർക്കും ഉപയോഗിക്കാലോ. അതെന്തായാലും നന്നായി. എന്റെ മരുമോള് പാവപ്പെട്ടതായതുകൊണ്ട് ഒന്നും തന്നില്ല. ആകെ പ്രതീക്ഷയുള്ളത് ഇളയ മരുമകള് വരുമ്പോഴാണ്. എന്റെ നിശാന്ത് മോനു വേണ്ടി നീ പണക്കാരിയായ പെണ്ണിനെ തന്നെ തപ്പണേ. അയ്യോ, നീ അതിന് വിഷമിക്കണത് എന്തിനാ? നിശാന്ത് മോൻ എന്തായാലും പണക്കാരിയായ ഒരു പെണ്ണിനെ തന്നെ തപ്പിക്കൊണ്ടുവരും. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് നിശാന്തിനു വേണ്ടി കമല പണക്കാരിയായ ഒരു പെണ്ണിനെ തപ്പിക്കൊണ്ടു വന്നു. എന്റെ വിമലെ, നീ കണ്ടോ എന്ത് സുന്ദരിയാന്ന്? വലിയ വീട്ടിലെയാണ് ആ കൊച്ച്. അച്ഛനും അമ്മയ്ക്കും ഒരൊറ്റ മോളാ. ശ്രീധനായിട്ട് ഒരുപാട് കിട്ടും. വേണോ നോക്കണോ? അതെന്ത് കാര്യാ നീ പറയണേ? നാളെ തന്നെ നമുക്ക് പോയി പെണ്ണ് കാണാൻ നീ സംസാരിക്കേ. വിമലയ്ക്ക് ആക്രാന്തമായിരുന്നു. മൂത്ത മോൻ സ്വന്തം ഇഷ്ടത്തിന് ഒരു പാവപ്പെട്ട പെണ്ണിനെയാണ് കൊണ്ടുവന്നത്. ശ്രീധനമൊന്നും കിട്ടിയതുമില്ലായിരുന്നു. വിമലയ്ക്ക് അതുകൊണ്ട് അവളോട് വലിയ താല്പര്യമുണ്ടായില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം തീരുമാനിച്ചു, സ്വന്തം ഇളയ മകന് പണക്കാരി പെണ്ണിനെ തന്നെ വേണമെന്ന്. കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയി.
അങ്ങനെ ഇളയ മകനെ കല്യാണം കഴിപ്പിച്ചു സോണി എന്ന പെണ്ണുമായി. വായോ എന്റെ പൊന്നു മോളെ, ഈ വീട്ടിലേക്ക് സ്വാഗതം. അയ്യോ, എന്റെ ഇളയ മരുമകളെ കാണാൻ എന്തു ഭംഗിയാ, മാലാകെ പോലെയുണ്ട്. ശ്രീധരത്തിന്റെ പേരിൽ അവൾ ഒരുപാട് സാധനം കൊണ്ടുവരും. ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, TV, ഇനിയുമുണ്ട് കുറെ സാധനങ്ങൾ. ആക്രാന്തം പിടിച്ച കണ്ണും കൊണ്ട് വിമല കാണുമ്പോ ഞെട്ടി അങ്ങ് പോകും. എന്നിട്ട് വിമല മരുമോളെ മുറിയിൽ കൊണ്ടാക്കും. അയ്യോ, ഈ മുറിയിൽ AC ഒന്നും ഇല്ലല്ലോ, ഞാനിവിടെ എങ്ങനെ കിടക്കും? അമ്മ ഒരു കാര്യം ചെയ്യ, അവിടെ ഇരിക്കുന്ന AC എന്റെ മുറിയിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യ്. മോളെ, നിന്റെ മുറിയിലോ AC? ഞാൻ കരുതിയത് അത് ഹോളിൽ ഫിറ്റ് ചെയ്യാന്ന്. അത് കൊള്ളാലോ, ആ AC എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി തന്നതാ, അല്ലാണ്ട് ഇവിടത്തേക്ക് വേണ്ടി ഒന്നും തന്നതൊന്നും അല്ല കേട്ടോ. പിന്നെ ആ TVയില് എനിക്ക് വലിയ സ്ക്രീനിൽ കാണുന്നതാണ് ഇഷ്ടം, അല്ലാണ്ട് ഈ ചെറിയ TVയിലൊന്നും പറ്റില്ല. ശരി മോളെ, നീ പറയണ പോലെ ചെയ്യാം. വിമല സോണിയുടെ മുറിയിലേക്ക് AC, ഫ്രിഡ്ജ്, TV എല്ലാം വെച്ചുകൊടുക്കും. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി. സോണിയ എപ്പോഴും അവളുടെ ആ മുറിയിൽ തണുത്ത കാറ്റുമായിട്ട് അങ്ങനെയിരിക്കും. അപ്പുറത്ത് ചേട്ടത്തി അമ്മ രജനി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും. ഒരു ദിവസം ചൂട് കാരണം രജനിയുടെ തൊണ്ട ഭയങ്കരമായി വരണ്ടുപോകും. ഹോ, ചൂടത്ത് ജോലി ചെയ്ത് തൊണ്ട വരണ്ടുപോയി. തണുത്ത വെള്ളം കുടിക്കാൻ തോന്നുവാ. രജനി സോണിയുടെ മുറി പോയിട്ട് ഫ്രിഡ്ജിൽ നിന്നും തണുത്ത കുപ്പിയിലെ വെള്ളം കുടിക്കാൻ തുടങ്ങും. തണുത്ത വെള്ളം കുടിച്ചപ്പോ എന്തു സുഖമാണ് കിട്ടിയത്. പക്ഷെ അപ്പോഴേക്കും സോണിയ ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തുനിന്ന് വരും. ആഹാ, തണുത്ത വെള്ളം എന്താ ആസ്വദിച്ചാണ് കുടിക്കുന്നത്. എന്റെ മുറി മുഴുവൻ വൃത്തികേടായിട്ടിരിക്കാന്ന് കണ്ടില്ലേ, ഇതിനൊന്ന് വൃത്തിയാക്കിക്കൂടെ? സോണിയ, ഞാനോ? അതെ. അല്ല, ഇപ്പൊ ചെയ്താ എന്താ ഇപ്പൊ കുഴപ്പം? സോണിയ മോള് പറയണത് ശരിയല്ലേ? അവള് ഷോപ്പിംഗ് ചെയ്ത് തളർന്നു വന്നേക്കുവാ. അവളുടെ മുറി ഒന്ന് വൃത്തിയാക്കി കൊടുത്താ എന്താ ഇപ്പൊ പ്രശ്നം പറ്റുന്നേ? പെട്ടെന്ന് അടിച്ചു വാരി കൊടുക്ക് മോളുടെ മുറി കേട്ടാ. ഫിനായിലിട്ട് തുടച്ചും കൂടെ കൊടുത്തേക്കണം. ശരിയമ്മ. സോണിയയ്ക്ക് അവളുടെ പണത്തിലും സൗന്ദര്യത്തിലും അഹങ്കാരമായിരുന്നു. രജനിയാണെങ്കിൽ പാവമായിരുന്നു. പക്ഷെ രജനിയുടെ നല്ല മനസ്സ് ആരും കണ്ടിട്ടില്ല. അമ്മയമ്മയാണെങ്കിൽ അവളെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം സോണിയ ഒരുങ്ങിക്കെട്ടി സിനിമ കാണാൻ പുറത്തേക്ക് പോകുമായിരുന്നു. അവളെ കണ്ട് രജനി പറഞ്ഞു, സോണിയ, ഞാനും കുറെയായി പുറത്തൊക്കെ ഒന്ന് പോയിട്ട്. ഞാനിതുവരെ സിനിമ ഹാളൊന്നും കണ്ടിട്ടില്ല. വിരോധം ഇല്ലെങ്കിൽ ഞാനും കൂടെ വന്നോട്ടെ കൂടെ. നീ നിന്റെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല രീതിയിൽ ഒരു ഉടുപ്പിടാൻ പോലും സെൻസ് ഇല്ല നിങ്ങൾക്ക്. നിങ്ങളെ ഞാൻ കൂടെ കൂട്ടിയാണ്ടല്ലോ എനിക്ക് നല്ല ഇൻസൾട്ട് ആവും. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരമൊന്നും വേണ്ട. ഉള്ളത് കൊണ്ടങ്ങ് ജീവിച്ചാ മതി. ഇവിടുത്തെ ജോലി ചെയ്താ മതി. സോണിയ നിലവിളിക്കുന്ന കേട്ട് വിമല അവിടെ എത്തുകയും ചെയ്യും. എന്തു പറ്റി സോണിയ മോൾ, എന്തിനാ വിഷമിക്കുന്നേ? സോണിയ വിമലയോട് എല്ലാ കാര്യങ്ങളും പറയും. ഇത് കേട്ട് വിമലയ്ക്ക് ദേഷ്യം വരികയും ചെയ്യും. നിനക്കെത്ര ധൈര്യം വന്ന് സോണിയ മോളോട് ഇങ്ങനെ പറയാനായിട്ട്? നിന്റെ കറുത്ത മുഖം നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അയ്യോ, ഏത് വൃത്തികെട്ട സമയത്താണോ ഞാൻ എന്റെ മരുമകളാക്കി കൊണ്ടുവന്നത്. പോ, വീട്ടില് ഒരുപാട് ജോലി ഇരിക്കുന്നുണ്ട്, അതൊക്കെ പോയി ചെയ്താ മതി. ഒരു സിനിമ കാണാൻ പോണെന്ന് വൃത്തികെട്ടവള്. രജനി കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോയി വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. രജനി കറുത്തതും പാവപ്പെട്ട വീട്ടിലെ ആയതുകൊണ്ടാണിങ്ങനെ. സമയം നീണ്ടുപോയിരുന്നു. 2 മരുമക്കളുടെയും ജന്മദിനം വരാൻ പോവുകയായിരുന്നു. അവർ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസമായിരുന്നു. വിമല ഇളയ മരുമകൾക്ക് വേണ്ടി വിലകൂടിയ സാരി മേടിച്ചോണ്ട് വരും. ഇന്ന് സോണിയ മോളെ, ഈ വീട്ടിലെ ആദ്യത്തെ പിറന്നാൾ ദിവസമാ. അപ്പൊ ഈ സാരി വേണം മോളെടുക്കാൻ. ഈ സാരിയോ അമ്മ? എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ? സോണിയ വളിച്ച മുഖമായിട്ട് പറയും. ഏയ്, അത്രയ്ക്ക് ചീത്തയൊന്നും അല്ല. അതെന്താണെന്നറിയോ? കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ, ഡാഡി എനിക്ക് വേണ്ടി സിൽവറിലുള്ള ഒരു സൂട്ട് റെഡിയാക്കിയിട്ടുണ്ട്. വലിയൊരു ഫാഷൻ ഡിസൈനർ ചെയ്തതാ അത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ അതേ ഇടുള്ളൂ. അതാ. എന്റെ ദൈവമേ, സിൽവറിന്റെ ഉടുപ്പോ? അതിട്ടാ എന്റെ മരുമോള് മാലാകെ പോലെ ഇരിക്കുമല്ലോ. വീട്ടിലെ ജോലി ചെയ്യുകയാണെങ്കിലും രജനി അവര് പറയുന്നതൊക്കെ കേട്ടു. അവൾക്ക് ഒരുപാട് വിഷമമായി. അവളുടെ അമ്മായിയമ്മ അവൾക്ക് വേണ്ടി ഒന്നും മേടിച്ചില്ല എന്നോർത്ത്. എന്റെ ജന്മദിനവും കൂടിയല്ലേ, എന്നിട്ടും അമ്മ എനിക്ക് വേണ്ടി ഒന്നും വാങ്ങിയില്ലേ? എനിക്ക് വേണ്ടി ഒരു വില കുറഞ്ഞ ഒരു ചുരിദാറാണെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷായനെ. അയ്യേ, കറുത്തിട്ട വൃത്തികെട്ട പെണ്ണേ, എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, പേരിന് മാത്രമാണ് ഈ വീട്ടിലെ മരുമോള്. ശരിക്കും നീ ഈ വീട്ടിലെ വേലക്കാരി മാത്രമാണ്. അവൾക്ക് ചുരിദാറ് വേണമെന്ന് പോലും പറയണ കേട്ടെ ഞാൻ നിന്റെ അച്ഛൻ എനിക്ക് കെട്ടുകണക്കിന് ഇവിടെ തന്നേക്കുവാ. ചേട്ടത്തി എന്നെ കമ്പയർ ചെയ്യുന്നത് നിർത്തണം. പിന്നെ എന്റെ ഫ്രണ്ട്സും കസിൻസും ഒക്കെ വരും ഈ ബർത്ത്ഡേക്ക് കേട്ടോ.
അതുകൊണ്ട് ബർത്ത്ഡേ ദിവസം വീടൊക്കെ വൃത്തിയാക്കി നല്ല ആഹാരവും സ്നാക്സും ഒക്കെ ഉണ്ടാക്കിയിട്ടേ ഇവിടെ നിന്ന് ഒറ്റ വിടലങ്ങ് വിട്ടോണം. കാരണമേ എന്റെ കസിൻസും ഫ്രണ്ട്സും ഒന്നും അറിയാൻ പാടില്ല എന്റെ വീട്ടിലുള്ള ചേട്ടത്തിയെ ദാരിദ്ര്യം പിടിച്ചതാണെന്ന്. ആ ദിവസം രജനി ഒരുപാട് കരയും. അവളുടെ ഭർത്താവ് മനീഷ് വേറെ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അവളുടെ സൈഡ് നിൽക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. രാവിലെ നേരത്തെ എണീറ്റ് വീടൊക്കെ വൃത്തിയാക്കി. എന്നിട്ട് വീടൊക്കെ നല്ല രീതിയിൽ ഒരുക്കിയിട്ട് നല്ല നല്ല ആഹാരവും സ്നാക്സും ഒക്കെ ഉണ്ടാക്കും. സ്വന്തം ബർത്ത്ഡേക്ക് സോണിയ ഡാഡ് കൊടുത്ത സിൽവർ സൂട്ട് ഇട്ട് ഒരുങ്ങി നല്ല രസത്തിൽ നിൽക്കും. പക്ഷെ അപ്പുറത്ത് രജനി പഴയ ഒരു സാരി അണിഞ്ഞിരിക്കുകയാണ്. ഓ എന്ത് രസാ എന്റെ മരുമകളെ ഇന്ന് കാണാൻ, തങ്കക്കൊടം പോലെ ഇരിക്കുക. ഉമ്മ ഷോ ഇവിടെ ആരും കണ്ണു വിടാതിരുന്നാ മതി. എന്റെ മരുമകൾക്കേ പിറന്നാള് ആശംസകൾ. താങ്ക് യു അമ്മ. ആ പിന്നെ നീ എല്ലാ പണികളും തീർത്തെങ്കിലേ ഇനി നിന്റെ ആവശ്യമില്ല ഇവിടെ. ഇനി ഇവിടുന്ന് പൊക്കോ നീ. പാർട്ടി തീർന്നു കഴിയുമ്പോഴേ വൃത്തിയാക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നാ മതി കേട്ടോ. രജനി വിഷമത്തോടെ അവളുടെ വിധിയെന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഇറങ്ങും. കുറച്ചേരം അങ്ങ് ദൂരം നടന്ന് അവൾ ഒരു കാട്ടിൽ വന്നുപെടും. അവിടെ ഒരു മരത്തിന്റെ അടിയിൽ അവള് ക്ഷീണിച്ചിരിക്കും. എന്റെ ഈ ദാരിദ്ര്യവും എന്റെ ഈ കറുപ്പും ഒക്കെ കാരണം എല്ലാവർക്കും എന്നോട് വെറുപ്പാ. അമ്മായിയമ്മ അവളും എന്നെ. സ്വന്തമായിട്ട് അവൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾ നോക്കുമ്പോ ഒരു മുയല് കുടുങ്ങിയിരിക്കുന്നതായി കാണും. അത് മണ്ണിന്റെ ഇടയ്ക്ക് പെട്ടിരിക്കുകയായിരുന്നു. മുങ്ങാൻ പോവുകയായിരുന്നു. അയ്യോ ഇതെന്താ? അയ്യോ മുങ്ങിപ്പോവൂല്ലോ അത്. ഞാനതിനെ രക്ഷപ്പെടുത്തണം എന്തായാലും. രജനി രണ്ടും കൽപ്പിച്ച് അതിനെ രക്ഷപ്പെടുത്താൻ പോകും. അവൾ അതിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യും. പക്ഷെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ അവൾ അങ്ങ് വീഴും. അവളുടെ കാല് കുടുങ്ങി അവളും പെട്ടുപോകും. രക്ഷപ്പെടുത്തൂ, ആരെങ്കിലും രക്ഷപ്പെടുത്തൂ. അപ്പോഴേക്കും നേരെ കാണുന്ന മരത്തിൽ നിന്നും മിന്നിത്തിളങ്ങി ഒരു സ്വർണത്തിന്റെ ഒരു സൂട്ട് അവളുടെ അടുത്ത് വരും. അതിന് നല്ല കട്ടിയുണ്ടായിരുന്നു. ആ സൂട്ടിന്റെ സഹായത്തോടെ രജനി പുറത്തോട്ട് വരും. അപ്പോഴേക്കും പെട്ടെന്ന് ആ സൂട്ട് സംസാരിക്കാനും തുടങ്ങും. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവൻ പണയം വെച്ച് ആ മുയലിന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. ഹേ ഇതെന്താ? നീ സംസാരിക്കുവോ? അല്ല ഇതെന്ത് അത്ഭുതമാണ്. അതെ, ഞാനൊരു അത്ഭുത സ്വർണ്ണ വസ്ത്രമാണ്. ചില മാലാഖമാർ വന്ന് ഈ മരത്തിൽ കുടുങ്ങിപ്പോയി. തുടർന്ന് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഒരു മനുഷ്യന്റെ സഹായം കൂടിയേ തീരൂ. ഒപ്പം സാന്നിധ്യവും വേണം. നിങ്ങൾ എന്നെ ഒരു തവണ സൂക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാവുന്നതാണ്. അത് പറയണത് കേട്ട് രജനി ആ സൂട്ടങ്ങ് ഇടും. അതിട്ടപ്പോഴേക്കും രജനി നല്ല സുന്ദരിയായി. രജനിക്ക് ഒരുപാട് സന്തോഷമായി. രജനി ആ സൂട്ടും ഇട്ടുകൊണ്ട് സോണിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് അങ്ങ് പോകും. അവളെ കണ്ട് എല്ലാരും അങ്ങ് ഞെട്ടിപ്പോകും. ചേട്ടത്തെ ഇത് സ്വർണത്തിന്റെ സൂട്ടല്ലേ? പിന്നെ ഇത്ര സുന്ദരിയായത് എങ്ങനെയാണ്? രജനി എല്ലാരോടും കാര്യം അങ്ങ് പറയും. ഇത് കേട്ട് സോണിയക്ക് കുശുമ്പ് വരും. ആ സ്വർണ സൂട്ട് കൊണ്ട് രജനി നല്ല അടിപൊളി വീടും വെക്കും. എല്ലാ സുഖ സൗകര്യങ്ങളും അതിന്റെ അകത്തുണ്ട്. അങ്ങനെ രജനി ഭർത്താവിന്റെ കൂടെ സന്തോഷത്തോടെയും സുഖമായിട്ടും ജീവിക്കും. Thanks for watching.